We shall now begin a new chapter, Dual Nature of Matter and Radiation. ഇതിൽ ആദ്യത്തെ ടോപ്പിക് ഇലക്ട്രോൺ എമിഷൻ ഫ്രം എ മെറ്റൽ സർഫസ്. We know that in metals there are a large number of free electrons. Free electrons എന്ന് പറയുന്നത് they are not actually free. They are the outermost electrons of the atom and they are bound to the nucleus by attractive forces. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ദേ ആർ ഫ്രീ ടു മൂവ് വിത്തിൻ ദ മെറ്റൽ സർഫസ്, പക്ഷേ ദേ കനോട്ട് എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പോസിറ്റീവ് അയോൺ അല്ലേ, ഒരു ഇലക്ട്രോൺ പോയാൽ അതൊരു പോസിറ്റീവ് അയോണായി മാറും. +1 ചാർജുള്ള അയോൺ, 2 ഇലക്ട്രോൺ പോയാൽ +2 ചാർജുള്ള അയോണായി മാറും. ഈ അയോൺ അതിനെ തിരിച്ച് ആറ്റത്തിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ദ ഫ്രീ ഇലക്ട്രോൺ ഈസ് ഹെൽഡ് ഇൻസൈഡ് ദ മെറ്റൽ സർഫസ് ബൈ ദി അട്രാക്റ്റീവ് ഫോഴ്സസ് ഓഫ് ദി അയോൺസ്. നൗ ഇഫ് ദി ഇലക്ട്രോൺ ഹാസ് ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ് ഇറ്റ് ഷുഡ് ഗെറ്റ് സഫിഷ്യൻറ്റ് എനർജി ടു ഓവർകം ദ അട്രാക്റ്റീവ് പുൾ. അപ്പോൾ നമ്മൾ എക്സ്റ്റേണലി അതിന് എനർജി കൊടുക്കുകയാണെങ്കിൽ അതിന് ഈ അട്രാക്റ്റീവ് പുള്ളിനെ ഓവർകം ചെയ്ത് മെറ്റൽ സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റും. ദ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ് ഈസ് കോൾഡ് വർക്ക് ഫങ്ഷൻ ഓഫ് ദി മെറ്റൽ. അപ്പോൾ ഓരോ മെറ്റലിനും depending on the nature of the metal it will have a value of work function. വർക്ക് ഫങ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ 50 എന്നുള്ള ലെറ്റർ കൊണ്ടാണ് വർക്ക് ഫങ്ഷനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വർക്ക് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ സർഫസ്. മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു എസ്കേപ്പ് ഫ്രം ദ മെറ്റൽ സർഫസ്, അതിനെയാണ് നമ്മൾ വർക്ക് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ വർക്ക് ഫങ്ഷൻ നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ള യൂണിറ്റിലാണ്, വർക്ക് ഫങ്ഷൻ ഓഫ് ദി മെറ്റൽ. ഇനി ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എനർജി ഗെയിൻഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്. അതായത് ഒരു ഇവാക്വേറ്റഡ് ഗ്ലാസ് ട്യൂബിൽ, ഡിസ്ചാർജ് ട്യൂബിൽ 2 ഇലക്ട്രോഡുകളുടെ ഇടയിൽ നമ്മൾ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ അവിടെ ഒരു ഇലക്ട്രോൺ അതിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന് കിട്ടുന്ന എനർജി, ദ എനർജി അക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് ഈസ് ആക്സിലറേറ്റഡ് ത്രൂ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1 വോൾട്ട്, അതാണ് 1 ഇലക്ട്രോൺ വോൾട്ട്. അതിന് ജൂൾസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള റിലേഷൻഷിപ്പ് എന്താണ്? 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 × 10⁻⁻19 ജൂൾസ്. ഇതാണ് കൺവേർട്ടിംഗ് ഫാക്ടർ. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ദി നേച്ചർ ഓഫ് ദ മെറ്റൽ ദ വർക്ക് ഫങ്ഷൻ വിൽ ബി ഡിഫറെൻറ്റ്. ഇപ്പോൾ പ്ലാറ്റിനത്തിനാണ് ഏറ്റവും ഹയസ്റ്റ് വർക്ക് ഫങ്ഷൻ 5.65 ഇലക്ട്രോൺ വോൾട്ട്. നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആൻഡ് ആൽക്കലി മെറ്റൽസിന് ദ വർക്ക് ഫങ്ഷൻ ഈസ് വെരി സ്മോൾ. ഇനി ദർ ആർ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് electron emission. The first one is thermionic emission. Thermionic emission എന്ന് പറയുന്നത് നമ്മൾ മെറ്റലിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺ എസ്കേപ്പ് ചെയ്യുന്നു. ബൈ സ്യൂട്ടബ്ലി ഹീറ്റിംഗ് ദ മെറ്റൽ തെർമൽ എനർജി ഈസ് ഇമ്പാർട്ടഡ് ടു ദ ഫ്രീ ഇലക്ട്രോൺ സോ ദാറ്റ് ഇറ്റ് കംസ് ഔട്ട് ഓഫ് ദി മെറ്റൽ. അതാണ് തെർമിയോണിക് എമിഷൻ. ഇനി രണ്ടാമത്തെ ഫീൽഡ് എമിഷൻ. ഫീൽഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ വി ആർ അപ്ലൈയിങ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ടു ദ മെറ്റൽ. സോ ദി ഇലക്ട്രോൺസ് വിൽ അബ്സോർബ് ദി ഇലക്ട്രിക്കൽ എനർജി ആൻഡ് എസ്കേപ്പ് ഫ്രം ദി മെറ്റൽ. അതിനെയാണ് നമ്മൾ ഫീൽഡ് എമിഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 10⁸ വോൾട്ട്/മീറ്റർ, അത്രയും ഹൈ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ബൈ അപ്ലൈയിങ് എ വെരി സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡ് ടു എ മെറ്റൽ ഇലക്ട്രോൺസ് ക്യാൻ ബി പുൾഡ് ഔട്ട് ഫ്രം ദി മെറ്റൽ. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറഞ്ഞാൽ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദി മെറ്റൽ സർഫസ് ഇലക്ട്രോൺസ് വിൽ ബി എമിറ്റഡ്. സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഉള്ള ലൈറ്റ് വന്ന് മെറ്റൽ സർഫസിൽ വീണ് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ആ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് സർഫസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ. So there are 3 types of electron emission. Thermionic emission,
അതായത് ബൈ ഹീറ്റിംഗ് ദ മെറ്റൽ. ഫീൽഡ് എമിഷൻ പറഞ്ഞാൽ ബൈ അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ടു ദ മെറ്റൽ. ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫോൾസ് ഓൺ ദി മെറ്റൽ. അപ്പോൾ ഈ എല്ലാ കേസസിലും ഇലക്ട്രോൺ അബ്സോർബ്സ് എനർജി ആൻഡ് ഇറ്റ് എസ്കേപ്സ് ഫ്രം ദി അട്രാക്റ്റീവ് പുൾ ഓഫ് ദി ന്യൂക്ലിയസ്.